പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പിള്ളിലിന് സീറ്റ് നൽകണമെന്നായിരുന്നു തന്റെ അഭിപ്രായമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സീറ്റ് ലഭിക്കാൻ അർഹനായ വ്യക്തിയാണ് എൽദോസ് എന്നും ചെന്നിത്തല പറഞ്ഞു. പാർട്ടി തീരുമാനം അംഗീകരിക്കണമെന്ന് എൽദോസിനോട് ആവശ്യപ്പെട്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എൽദോസ് കുന്നപ്പിള്ളി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. സീറ്റ് അർഹനായ വ്യക്തിയാണ്. അദ്ദേഹം 10 വർഷം പെരുമ്പാവൂരിന് വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഞാൻ എൽദോസിനോട് പറഞ്ഞു, പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കണം, പാർട്ടിയുമായി ചേർന്ന് നിൽക്കണം. എൽദോസിനെ എൽദോസാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം അത് അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായുണ്ട്. അശ്വിൻ, ഇന്നലെ ബെന്നി ബെഹനാനെതിരെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹം വലിയ പരിഭവത്തിലാണ്. ആ പരിഭവം ഇനിയും തീർന്നിട്ടില്ല. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് മുഖം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമായിരുന്നു എന്നാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലേക്കാണ് ഒരു അനുനയത്തിനൊക്കെ നീക്കം ഇപ്പോഴും രമേശ് ചെന്നിത്തല നടത്തുന്നുണ്ടോ? അനുജ, തീർച്ചയായും ഈ സീറ്റ് കിട്ടാത്തതിൽ കടുത്ത അതൃപ്തനായി നിലനിൽക്കുന്ന എൽദോസ് കുന്നപ്പള്ളി ഇന്നലെ രമേശ് ചെന്നിത്തലയെ ഫോണിൽ വിളിച്ച് തന്റെ അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ പരിഭവം മനസ്സിലാകുമെന്ന് രമേശ് ചെന്നിത്തല മറുപടിയും നൽകി. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്ന ഒരു കാര്യം, എൽദോസ് കുന്നപ്പള്ളി സീറ്റിന് അർഹനായിരുന്നു. അവിടെ MLA ആയിരുന്ന കാലത്ത് പെരുമ്പാവൂരിൽ അദ്ദേഹം ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി, വികസനം നടത്തി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സീറ്റ് കൊടുക്കണമെന്നായിരുന്നു തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്ന് എൽദോസ് കുന്നപ്പള്ളിയെ പറഞ്ഞ് ധരിപ്പിച്ചു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ആ അനുനയം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും മുന്നോട്ടുള്ള നിലപാട് എന്തെന്ന് എൽദോസ് കുന്നപ്പള്ളി വ്യക്തമാക്കിയിട്ടില്ല. പാർട്ടി വിടുമെന്നോ സ്വതന്ത്രമായി മത്സരിക്കുമോ എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് ആശയവിനിമയം നടത്തും എൽദോസ് കുന്നപ്പള്ളി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം രാവിലെ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് തിരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തല ഇപ്പോഴും ഹരിപ്പാട് തന്നെ തുടരുകയാണ്. അദ്ദേഹവുമായുള്ള ഒരു കൂടിക്കാഴ്ച ഒരുപക്ഷേ ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ചെന്നിത്തല തിരുവനന്തപുരത്തേക്ക് മടങ്ങും. നിർണായകമായ എൽദോസ് കുന്നപ്പള്ളിയുമായുള്ള കൂടിക്കാഴ്ച ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ നടക്കും എന്നാണ് നമുക്ക് ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്തായാലും കടുത്ത അതൃപ്തി രമേശ് ചെന്നിത്തലയോട് തുറന്നു പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.